ചരിത്രപ്രസിദ്ധമായ നാവിക കലാപത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ദർശി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപരമായ പോരാട്ടങ്ങളെ വർത്തമാനകാല സാഹചര്യത്തിൽ ഓർത്തെടുക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. സെമിനാറിൽ ദർശി ജില്ലാ സെക്രട്ടറി ലക്ഷ്മണൻ കെ.എൻ. സ്വാഗതം ആശംസിച്ചു. സെമിനാർ പ്രസിഡന്റ് പരമേശ്വരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ആദ്യത്തെ കുറച്ച് ഖണ്ഡങ്ങളെ പാടേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചതാരാണ്? യഥാർത്ഥത്തിൽ അത് ടാഗോറാണ് നിർദ്ദേശിച്ചത്. അത് തീരുമാനിച്ചത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. അതിൽ ഗാന്ധി, നെഹ്റു, പട്ടേലും ഒക്കെ ഉണ്ട്. അങ്ങനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. ജനഗണമന പാടണം എന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്, ദേശീയ പ്രസ്ഥാനമാണ്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു വിഭാഗീയ താല്പര്യം വെച്ച് തീരുമാനിച്ചതല്ല. മറ്റതിന് ബങ്കിംചന്ദ്രന്റെ ആ പാട്ടിന് വന്ദേമാതരത്തിന്റെ തുടർന്നുള്ള ഉള്ളടക്കങ്ങൾക്ക്, 2 ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഉള്ളടക്കങ്ങൾക്ക് മതാത്മകമായൊരു സ്വഭാവമുണ്ട്. അത് ഭാരത് മാത എന്നുള്ള നിലയ്ക്ക് മതപരമായി അതിനെ കാണുന്ന, ചിത്രീകരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. അതാണ് ബഷീറിന്റെ കാമുകനോട് കാമുകി പറയുന്നത്, ഈ ഭാരത് മാതാവല്ല എന്റെ ഭാരത് മാത. ദർശി ജില്ലാ ട്രഷറർ ബി.പി. ശിവരാമൻ നന്ദി രേഖപ്പെടുത്തി. നാവിക കലാപത്തിന്റെ സ്മരണകൾ പുതുക്കുന്നതിനും സാംസ്കാരിക ബോധവൽക്കരണത്തിനുമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു.